അതുപോലെ അടുത്തത് റെഡിയാക്കാൻ പറയുന്നു. അങ്ങനെ അവരെ ഇട്ടിട്ട് അവർക്കൊരു പരിചയവും കാര്യങ്ങളും ഇല്ലാത്ത എന്താണോ ഒരു ഓഫീസിൽ നമ്മൾ അപേക്ഷകനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക, അത് തന്നെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഈ നിറവയറും കൊണ്ട് കുറെ സമയം നിൽക്കാൻ പറ്റുന്നില്ല സാറേ. ഞാനാണോ ഉത്തരവാദി വയറിന്? അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ നേരെ അങ്ങനെ ആരെങ്കിലും അവരെ ലൈംഗികമായിട്ട് അവരെ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ നേരെ ഒരു അറ്റാക്കിന് ആരെങ്കിലും മുതിരുവോ, അങ്ങനെ ഇന്ന് നടക്കുമോ? അപ്പൊ അവരോട് എന്തും ചെയ്യാം, അവരോട് എന്തും ചെയ്യാം. അവരുടെ അതൊക്കെ അനുഭവിച്ചാലും ആരും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല, ആരും അറിയില്ല. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള കേരളത്തിൽ ഇന്നും സ്ത്രീ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സ്ത്രീ സുരക്ഷിതയല്ല. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ആ സിനിമയിലില്ലേ? ഈ സിനിമയില് ഇപ്പം അങ്ങനെ ഒരു സംസാരം വരാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞ ഇതിലൊരു സീൻ അങ്ങനെയുണ്ട്. ഒരു ബസ് സ്റ്റാൻഡില് ലൈംഗികമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി അത് ആരെ എന്ത് എങ്ങനെയൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു ഡ്രഗ്സിനൊക്കെ അഡിക്റ്റഡ് ആയി മാറിക്കഴിയുമ്പോഴാണ് ആ ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതായി മാറുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഓണവിശേഷങ്ങൾ പങ്കിടാൻ വന്നിരിക്കുന്നത് കേരള ക്രിട്ടിക്സ് അവാർഡും അതേപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ്സും കൈനിറയെ വാരിക്കൂട്ടിയ ഇടുക്കിക്കാരി ആക്ട്രസ് ട്വിങ്കിൾ ജോബിയാണ് ഇന്ന് നമ്മുടെ റെസ്പോൺസ് ഗൈഡിലെ പ്രധാന അതിഥി. ട്വിങ്കിൾ ജോബിക്ക് റെസ്പോൺസ് ഗൈഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ, ഓണമൊക്കെ എവിടെ വരെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത് എന്റെ ഓണവിശേഷം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ഓണം റെസ്പോൺസ് കേരളയുടെ കൂടെ ആവാം. താങ്ക് യു. ഇവിടെ വരെ ഈ ഫ്ലോറിൽ വരെ വന്ന് എത്തി നിൽക്കുന്നു. ഇനിയിപ്പം ഞാനൊരു പാർട്ട് ടൈം ആയിട്ടും ഒരു ഫിലിമിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ടും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു 20 തൊട്ട് ഞങ്ങൾക്ക് ഓഫാണ്. ഓണം വെക്കേഷൻ ആണ്, നാട്ടിൽ പോണം. ഇപ്രാവശ്യം വീട്ടുകാരോടൊപ്പം ആഘോഷിക്കുകയാണ്. സിനിമയുടെ കാര്യം ഇനി എന്താണ് അപ്കമിങ് പ്രൊജക്ട് എന്നൊക്കെ പറയുന്നത്? അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രഗ്നന്റ് വീഡിയോ ആണല്ലോ, അപ്പൊ അത് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ നിരവധി അവാർഡുകളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. അതായത് പല പൂനെയും അതേപോലെ പലയിടത്ത അവാർഡുകൾ നമുക്ക് കിട്ടിയതാണല്ലോ. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മൾ മെയിൻലി ഇത് ഫെസ്റ്റിവൽസ് ഫോക്കസ് ചെയ്തൊരു മൂവി ആയിരുന്നു. അപ്പം ഫെസ്റ്റിവൽസിനൊക്കെ സബ്മിറ്റ് ചെയ്തു. അതുപോലെ ഒരുപാട് ഇന്റർനാഷണൽ നാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ അവാർഡ്സും ഒക്കെ ആയിട്ട് കിട്ടി. ഇപ്പം ലാസ്റ്റ് നമ്മുടെ ഫിലിം ക്രിട്ടിക്സ് വരെ വന്ന് നിൽക്കുന്നു. എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിലിമിൽ വർക്ക് ചെയ്തപ്പോഴാണേലും പിന്നെ ഫിലിമുമായിട്ടുള്ള യാത്രകൾ, ഫിലിം ഫെസ്റ്റിവൽ വേദികളിലൂടെയുള്ള യാത്രകൾ, അവിടുന്ന് കിട്ടിയ ഓരോ റെസ്പോൺസുകൾ, പല സ്ഥലങ്ങളിലെ പല ഭാഷകളിലുള്ള സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ്, നമ്മൾ നോർമലി ഒരു മലയാളം മൂവി ആയിട്ട് പോകുമ്പോൾ, നമ്മൾ നോർമലി ഒരു മലയാളം മൂവിയിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും നമ്മുടെ നാട്ടില് ഇപ്പം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം പുറത്തേക്കാണെങ്കിലും റിലീസ് ചെയ്യുമ്പോൾ കൂടുതലും മലയാളി ഓഡിയൻസ് ആയിരിക്കുമല്ലോ കാണുന്നത്. അപ്പൊ അവരുടെ ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കൂടുതലും കിട്ടുക. പക്ഷെ ഇത് നമ്മൾ ഇപ്പം കൊൽക്കത്തയിൽ പോയപ്പോൾ അവിടുത്തെ ആളുകള്, അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ജൂറി ആയിട്ട് വരുന്നവരും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പം അവര്, അതുപോലെ തന്നെ നമ്മള് ഇപ്പം പൂനെ ചെന്നപ്പോ അവിടുത്തെ ഓഡിയൻസ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പൊ ജയ്പൂർ ചെന്നപ്പോ അവിടുത്തെ ഓഡിയൻസ്, പിന്നെ മധ്യപ്രദേശ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് ഫിലിമുമായിട്ട് ഈ ഫിലിം ഫെസ്റ്റിവലുകളായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി. അവിടുത്തെ ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് ഫിലിം കാണാനും. ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ മലയാളികൾ സ്വീകരിക്കുന്ന പോലെ തന്നെയാണോ അവിടെ ചെന്നിട്ടും ആ എക്സ്പീരിയൻസ്? എനിക്കൊരു ഫീൽ ചെയ്തത് ഇവിടുത്തെ നമ്മുടെ ഒരു ഓഡിയൻസിനേക്കാളും കൂടുതൽ അവര് നമ്മളെ എന്താ പറയാ, പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന പോലെ, അവരുടെ ആ ഒരു റിയാക്ഷൻസ്, അല്ല അവരുടെ ആ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഭയങ്കര നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പം അവിടുത്തെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. അപ്പം ഇവിടെയാണെങ്കിലും എന്റെ ഫേസ് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളല്ല ഞാൻ. പക്ഷെ അപ്പൊ അവരും മലയാളീസും കൂടെ അല്ലാത്ത സമയത്ത് ഇവര് പടം കാണുന്നു, എന്നെ അതിനകത്ത് നന്നായിട്ട് ഡള്ളാക്കിയിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ അവിടെ പോയിട്ട് നമ്മൾ അതല്ലാത്തൊരു രീതിയിൽ നമ്മൾ നമ്മുടെ രൂപത്തിൽ പോയി നമ്മളൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പിലും ഒരു റെഡി ആയിട്ടൊക്കെ ആണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ അവര് ആ പടം കണ്ടിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പോലും അവർക്കറിയില്ല. ക്യാരക്ടർ അല്ലാത്ത നമ്മൾ ആ ക്യാരക്ടറിന്റെ ലുക്കിലും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. നമ്മൾ അവിടെ ആ പടം കാണാൻ അവരുടെ ഒപ്പം ഉണ്ടെന്നും അവർക്കറിയില്ല. പക്ഷെ പടം കണ്ട് ഇറങ്ങുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ആരെങ്കിലും ഒരാൾ നമ്മളവിടെ ബൈക്കിൽ ഇരിക്കുന്നു, അല്ലെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മളെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം
അപ്പൊ നമ്മളെ കാണുന്നു, നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഉം. നമ്മുടെ അടുത്തിട്ട് ചിലരൊക്കെ കരഞ്ഞുകൊണ്ടാണ് വന്നു വെച്ചിട്ട് മീൻസ് ഫിലിമാണ്, അതെ. റിയൽ ആയിട്ടുള്ള ഒരു ഇതല്ല അവർ കാണുന്നത്, ഫിലിമാണ് അവർ വാച്ച് ചെയ്യുന്നതെന്ന് അറിയാം, എങ്കിൽ പോലും അവർ വന്ന് നമ്മളെ കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ച്, അതെ അതെ അതായത് നമ്മൾ വലിയൊരു പിന്നെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി, നമ്മൾ വല്ലാത്ത ഒരു ഇതിൽ നിൽക്കുന്നു എന്നല്ല, ആ ഒരു നമ്മൾ കടന്നു പോയപ്പോൾ നമുക്കുണ്ടായ ആ ഒരു വിങ്ങിപ്പൊട്ടലോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളോ ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റി, അത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണത്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയൊക്കെയുള്ള മൊമെന്റ്സ് ലൈഫിൽ ഉണ്ടായത് കാണുമ്പോൾ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതല്ല ഏറ്റവും സന്തോഷമുള്ള moment. തീർച്ചയായിട്ടും. പിന്നെ അതുമല്ല, ഈ പ്രഗ്നന്റ് വിഡോ എന്ന മൂവിയിൽ ഇപ്പൊ പറഞ്ഞുവല്ലോ, ഇപ്പൊ എൻറ്റയർലി നമ്മളിപ്പോ നോർമലി കാണുന്ന പോലെയല്ല അതില് ക്യാരക്ടർ ആണെങ്കിലും, ആ ഒരു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഭർത്താവിന്റെ അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു കഥയല്ലേ അത്? ഹസ്ബൻഡ് അങ്ങനെയല്ല, ഹസ്ബൻഡ് ഒരു പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കാസ്റ്റിൽപ്പെട്ട ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഇപ്പം ജാതിയുടെ പേരിലും പിന്നെ നിറത്തിന്റെ പേരിലും ഒക്കെ വളർന്നു വരുന്ന ടൈമിൽ മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരാളാണ്. പക്ഷെ അവിടെയെല്ലാം പക്ഷെ പുള്ളി അതിനുവേണ്ടി ഒരുപാട് ഇതിനെല്ലാം അതിജീവിച്ച് പഠിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തുകയാണ്, ഒരു വില്ലേജ് ഓഫീസറായിട്ട് മാറുകയാണ്. അവിടെ വില്ലേജ് ഓഫീസിൽ എത്തിക്കഴിയുമ്പോഴും വീണ്ടും പല രീതിയിലുള്ള ഇഷ്യൂസ് ആള് ഫേസ് ചെയ്യുന്നു. അങ്ങനെ ആള് ഒരു പോയിന്റിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പം ഇവർക്ക് ഒരുപാട് നാള് ആയിട്ട് കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആണ്, ഹസ്ബൻഡ് മരിക്കുന്നു. അപ്പം പ്രഗ്നന്റ് ആണ്, വിഡോ ആയി. ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു വിഡോ അവരുടെ ഇപ്പം അദ്ദേഹം വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്ന സമയത്ത് പറഞ്ഞ കുറെ അനീതി കാര്യങ്ങൾ പ്രവർത്തിച്ചു, കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു വരുമാന മാർഗം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായി മാറിയിട്ടുമുണ്ട്. സോ ഇവര് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഹസ്ബൻഡിന്റെ മരണത്തിന് ശേഷം അവർക്ക് അർഹപ്പെട്ട അതിനു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അവര് ട്രിവാൻഡ്രത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്കുള്ള അവരുടെ ഒരു ജേണിയാണ് കഥയുടെ മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ജേർണിയിൽ അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോ ഒരു പേപ്പറുമായിട്ട് നമ്മളിപ്പോ ഒരു ദിവസത്തെ യാത്രയാണ്, ഒരു ദിവസത്തെ കൊണ്ട് നടക്കുമെന്ന് വിചാരിച്ച് ഈ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് പോകുന്ന അവര് ഒരു പേപ്പറുമായിട്ട് ഒരു അവർ പറയുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങളായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതുപോലെ അടുത്തത് റെഡിയാക്കാൻ പറയുന്നു. അങ്ങനെ അവരെ ഇട്ടിട്ട് അവർക്ക് ഒരു പരിചയവും കാര്യങ്ങളും ഇല്ലാത്ത എന്താണോ ഒരു ഓഫീസിൽ നമ്മൾ അപേക്ഷകനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക, അത് തന്നെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആരും ചോദിക്കാനും പറയാനുമില്ല, അല്ലെങ്കിൽ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന അപ്പൊ അവരോട് എന്തും ചെയ്യാം, അവരുടെ അതൊക്കെ അനുഭവിച്ചാലും ആരും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല, ആരും അറിയില്ല എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ. അപ്പൊ അതാണ് ആ ഒരു കഥയിൽ അതിന്റെ ഇടയിൽ അവരൊരു ലേഡിയാണ്, അവർ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ വളരെ ഇപ്പം അവർക്ക് ഒരു ഫുഡ് പോലും കഴിക്കാനായിട്ട്, അതായത് ഒരു ദിവസം വന്ന് നിന്നിട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ കയ്യിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവരുടെ കയ്യിൽ അധികം എമൗണ്ട് ഒന്നും അവർ കരുതിയിട്ടില്ല, അവർക്ക് അതിനുള്ള അവസ്ഥയുമില്ല. അപ്പം അവര് വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒരു ദിവസം എന്നുള്ളത് മാറി, അത് ദിവസം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമില്ലാത്ത അവസ്ഥ, കിടക്കാനായിട്ട് ഷെൽട്ടർ ഇല്ലാത്ത അവസ്ഥ. അപ്പം ആദ്യം അവരുടെ ആദ്യത്തെ ഒരു ജേർണി എന്ന് പറയുന്നത് ഫാദർ ഇൻ ലോ ആയിട്ട് ഈ മരിച്ച ആളുടെ, അതായത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ ഫാദർ, ഇവർ രണ്ടുപേരുമായിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ഈ രണ്ടുപേർ കൂടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇനിയും ടൈം എടുക്കുമെന്ന് കാണുമ്പോൾ വീട്ടില് ഒരു ഹസ്ബൻഡിന്റെ പെങ്ങളുണ്ട്. അപ്പൊ അവര് തനിച്ചായതുകൊണ്ട് അച്ഛനെ പറഞ്ഞു വിടുകയാണ്. പിന്നെ ഈ പെൺകുട്ടി തന്നെ ഞാൻ ഇത് റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ അവള് തന്നെ നിൽക്കുന്ന അവളുടെ ഒരു സ്ട്രഗിളും കാര്യങ്ങളുമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഇന്നും കേരളത്തില് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാല് ശരണയെ സംബന്ധിച്ചിടത്തോളം ശരണയ്ക്ക് ഉറച്ചു പറയാൻ പറ്റുമോ? ഇന്ന് സ്ത്രീകള് ഇന്നും ഈ ഇത്രയും പിന്നെ ഇതായി നിൽക്കുന്ന, ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള കേരളത്തിൽ ഇന്നും സ്ത്രീ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സ്ത്രീ സുരക്ഷിതയല്ല. പലപ്പോഴും നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ വന്നപ്പോ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പടം റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു കേസ് വരാൻ കാര്യം പറഞ്ഞത്, അപ്പൊ അവര് പറയുന്നത് അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ നേരെ അങ്ങനെ ആരെങ്കിലും അവരെ ലൈംഗികമായിട്ട് അവരെ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ നേരെ ഒരു അറ്റാക്കിന് ആരെങ്കിലും മുതിരുവോ, അങ്ങനെ ഇന്ന് നടക്കുമോ എന്നാണെങ്കിൽ ഒരു ചോദ്യം. അതായത് ഇപ്പൊ വൃദ്ധകളായിട്ടുള്ളവരെ പോലും
അവരിപ്പം വെറുതെ വിടാത്തൊരു സമൂഹമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ നിരന്തരം വാർത്ത കേട്ടുകൊണ്ട് വരികയല്ലേ, അതായത് വൃദ്ധയായ ഒരു സ്ത്രീയെ പോലും അത് 18ഉം 20ഉം വയസ്സുള്ള ഒരു പയ്യന്മാരാണ് പീഡിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ ലൈംഗിക ദാരിദ്ര്യം ഉള്ളവർ ആരെ കിട്ടിയാലും നോക്കും. അതിപ്പോ ഗർഭിണി അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതരല്ല. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, സ്ത്രീകളെല്ലാം സുരക്ഷിതരാണോ എന്നുള്ളത്. അപ്പൊ എനിക്കതിൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ വയസ്സായ വൃദ്ധകളെ പോലും വെറുതെ വിടാത്ത കാമഭ്രാന്തന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോ കേരളത്തിലല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അത് തന്നെയാണ് അവസ്ഥ. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അതായത് തമിഴ്നാട്ടിൽ തന്നെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ പോലും മിഠായി കാണിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികളെ പോലും, അവരിൽ പോലും ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്ന ആളുകളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ആ സിനിമയിലില്ലേ? ഈ സിനിമയിൽ ഇപ്പം അങ്ങനെ ഒരു സംസാരം വരാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞ ഇതിലൊരു സീൻ അങ്ങനെയുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു സ്റ്റെയറിലെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ്. അവർക്ക് പോകാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അവരെ എണീപ്പിച്ച് വിടുന്നു. അപ്പൊ അവർക്ക് വന്ന് ഇരുന്ന് അവർക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് അവർ വന്ന് മടുത്തിട്ട് അവരെ ഒരു സ്റ്റെയറിൽ വന്നിട്ട് അവർ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴും അവരെങ്ങനെ മയങ്ങി ആ സ്റ്റെയറിലേക്ക് ചാരി അവരവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വരികയും അവരെ പിന്നെ മിസ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന, പിന്നെ അവരുടെ നേരെ പൈസ കാണിച്ചിട്ട് അവരെ അതിലേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരോട് അയാളുടെ കൂടെ വരാൻ പറയുന്ന രീതിയിൽ വരുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. അപ്പൊ അവരെ പെട്ടെന്ന് വേറെ 2 പേര് വന്ന് ആ ലേഡിയെ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സീൻ അതിനകത്ത് കാണിക്കുമ്പോൾ ഇന്നിങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് അവിടെ പ്രസക്തി എന്നുള്ളത് അറിയില്ല. നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാലാണ്, ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, ഇന്നിങ്ങനെ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം. തീർച്ചയായിട്ടും ഇറങ്ങി ചെന്നിട്ട് അവര് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നല്ല കുടിവെള്ളത്തിന് പോലും കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുള്ള ഒരു നാടാണ് ഇന്ന്. നമ്മൾ എത്ര ഡെവലപ്ഡ് ആയി, എന്തൊക്കെ നമ്മൾ നേടുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിലും അല്ല നമ്മുടെ ഈ ഒരു കേരളത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും അതുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഗവൺമെന്റ് വന്നതോടെ ആ പറയുന്ന ഒരു പറഞ്ഞതുപോലെ വാഗ്ദാനം ചെയ്തതുപോലെ ആളുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമെന്നും അവരുടെയൊക്കെയുള്ള ഓരോ ചെറിയ പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ല, ഇന്ന് നട്ട് നാളെ മുളയ്ക്കില്ല എന്ന് പറഞ്ഞാൽ. അപ്പം അത് പെട്ടെന്ന് സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഗ്രാജുവൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ വരുത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്കത് സാധ്യമാവുന്നു. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു മൂവ്മെന്റ് ആണ്. ആ ഒരു മൂവ്മെന്റ് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ അതിന് മുന്നേ പറഞ്ഞ സ്ത്രീ സുരക്ഷിതത്വത്തിന് പിന്നെ പ്രോബ്ലം ആയി നിൽക്കുന്ന, അല്ല അതിന് വരുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഡ്രഗ് അഡിക്റ്റഡ് ആയി കഴിയുമ്പം ഈ പറഞ്ഞത് അവര് ഒരു മുത്തശ്ശിയാണോ, ഒരു കുഞ്ഞാണോ, അവര് പ്രായമുള്ളവരാണ്, ഇനി അതിലുപരി അതൊരു സ്ത്രീയാണ്, അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്കും ഫീലിങ്സ് ഉണ്ട്, അവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യൂസ് ഒക്കെ മാറിയിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി അത് ആരെ എങ്ങനെയൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു ഡ്രഗ്സിനൊക്കെ അഡിക്റ്റഡ് ആയി മാറിക്കഴിയുമ്പോഴാണ് ആ ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതായി മാറുന്നത്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അങ്ങനെയുള്ള കുറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോൾ സൊസൈറ്റിന്ന് അതെല്ലാം നീക്കം ചെയ്ത് ഒരു നല്ല തലമുറയെ, നല്ലൊരു കേരളത്തെ വാർത്തെടുക്കാനായിട്ട് ഇതൊക്കെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അതിപ്പോ ഡ്രഗ്സിന് നല്ലൊരു പങ്കുണ്ട്. ഡ്രഗ്സ് മാത്രമല്ല, ഇപ്പോ ആദ്യമൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ പറയുന്നത് അവളുടെ വസ്ത്രധാരണമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? വസ്ത്രധാരണം ഒരു മാനദണ്ഡമാണോ? വസ്ത്രധാരണം ഒരു മാനദണ്ഡമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനകത്ത് എനിക്ക് കംപ്ലീറ്റ്ലി യെസ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചില അതിന്റെ ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് ഇരിക്കുമല്ലോ. പക്ഷെ പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പല കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിയിൽ വസ്ത്രം ധരിച്ചതിന്റെ പേരിലാണ് അവരെ, ഒരു പിഞ്ചു കുഞ്ഞ് എന്തെറിഞ്ഞിട്ട് അവരുടെ എന്ത് വസ്ത്രധാരണമാണ് അവരെ പ്രലോഭിപ്പിച്ചത്. അതെ, അപ്പൊ അത് വസ്ത്രമല്ല, വസ്ത്രം മാത്രമല്ല, പ്രായമല്ല മാനദണ്ഡം. അപ്പോ അതിന്റെ മറ്റെന്തെങ്കിലും ഒരു അതിനനുസരിച്ച് ഒരു ലൈംഗിക വൈകൃതം ഉള്ളത് കൊണ്ടാണല്ലോ
ഇങ്ങനെയുള്ള ഒരുപക്ഷെ ഈ പറഞ്ഞ എന്തെങ്കിലും രീതിയിലുള്ള അഡിഷൻ ആവാം, പിന്നെ അവര് വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷൻ ആവാം. അവർക്ക് പാരന്റിങ് ഇപ്പൊ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. നമുക്ക് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഫീലിങ്സും ഉണ്ട്. ഈ ഫീലിങ്സിനെ എങ്ങനെ നമ്മള് കൺട്രോൾ ചെയ്യുന്നു, ഇതിനെ ഓരോ ഫീലിങ്സ് നമുക്ക് സങ്കടം വന്നാൽ നമുക്ക് കരയാൻ തോന്നും, നമ്മൾ കരയും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന ഓരോ വികാരങ്ങളെയും നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മളത് റെസ്പെക്ട് ചെയ്യാനും പഠിച്ചു കഴിയുമ്പോൾ ഓരോ പരിധി വരെ അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ തൊട്ടിട്ട് ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ സ്കൂളുകളിലും ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ നമ്മുടെ വ്യക്തി രൂപീകരണത്തിന് അത് സഹായിക്കും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു വസ്ത്രമോ ഇപ്പൊ ഒരു സ്ത്രീ വളരെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഡ്രസ്സിലാണ് പോകുന്നതെങ്കിലും അത് അവരുടെ ഫ്രീഡം ആണ്, അവർ ഏത് കോസ്റ്റ്യൂം ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. പക്ഷെ അവർ ആ ഒരു വസ്ത്രം ധരിച്ച് നമ്മുടെ മുന്നിൽ കൂടെ പോയാലും, അതിപ്പോ അത് ആണായാലും പെണ്ണായാലും, അവര് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചു പോയാൽ അതൊരിക്കലും നമുക്ക് അവരെ പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു റീസൺ ആവാൻ ഒരു ലൈസൻസ് ആവാൻ പാടില്ല. അതെ. അപ്പൊ അത് ഇപ്പൊ വസ്ത്രധാരണം അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യം, ഇപ്പൊ എനിക്കെന്ത് ധരിക്കാം, എനിക്കെന്ത് ധരിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ട മറ്റൊരു ജഡ്ജ്മെന്റിലല്ല. ഇപ്പൊ ഒരു പെണ്ണൊരു വൾഗറായിട്ടൊരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ട് ഇപ്പോ പുരുഷന്മാർക്ക് ഇങ്ങനത്തെ ഒരു ധാരണ വരുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അപ്പൊ വസ്ത്രധാരണമല്ല ആദ്യം ഇവരുടെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണം എന്നായിരുന്നു. സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ധരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ 5 വയസ്സുള്ള കുട്ടി, പിന്നെ നമുക്ക് ഏറ്റവും അറിയാം, നമുക്ക് സൗമ്യ അറിയാമല്ലോ, ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. കല്യാണം അടുത്തിരിക്കുന്ന സമയത്താണ് ആ പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എല്ലാവരെയും കല്യാണ വിശേഷം വിളിച്ചറിയിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് അവളെ ഗോവിന്ദസ്വാമി അറ്റാക്ക് ചെയ്ത് റേപ്പ് ചെയ്ത് ബ്രൂട്ടലായിട്ട്. ആ കുട്ടി മരിച്ചു. പക്ഷെ എന്നിട്ടും ഇന്നും ഗോവിന്ദസ്വാമി ജയിലിലാണ്. അപ്പോൾ നമ്മുടെയൊക്കെ നോക്കുവാണെങ്കിൽ 10-14 വർഷത്തോളം ആയി പുള്ളിക്കാരൻ അവിടെ ജയിലിലാണ്. ഈ ഒരു അവസ്ഥയെ പറ്റി എന്താ തോന്നുന്നത്? അതായത് ഇത് കൂടുതലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഈ നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ, അതോ നിയമത്തിന്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണോ? അല്ല, നിയമം സ്ട്രോങ് അല്ലെങ്കിൽ ഇന്ന ആള് ജയിലിൽ കിടക്കില്ലല്ലോ. ആള് എല്ലാ രീതിയിലും ശ്രമിച്ചിട്ടുണ്ടാവൂലോ പിന്നെ ഇതിന്ന് രക്ഷപ്പെടാനായിട്ട്. പക്ഷെ അതിലുപരി പിന്നെ ഈ പറഞ്ഞ ഒരുപക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതൽ നിൽക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ കൺമുൻപിലുള്ള വ്യക്തികളെ, നേരത്തെയും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇന്ന് കുറച്ച് അധികമായിട്ട് കൂടുന്ന ഒരു പ്രവണത കാണുന്ന ഈ പറഞ്ഞ പോലെ ഡ്രഗിന്റെയും ഒക്കെ അഡീഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നെ സ്കൂളുകളിൽ അതിന് വേണ്ട എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സഹപാഠികൾ, അത് ആണായാലും പെണ്ണായാലും, നമ്മള് നാളെ ഒരു സിറ്റുവേഷനിൽ പിന്നെ എവിടെ ആരെ മീറ്റ് ചെയ്താലും അവരോടൊക്കെയുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അതിനകത്തൊരു ഒരു ബേസ് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ട്രെയിനിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഇപ്പം നമ്മളിപ്പോ ഒരു ട്രെയിനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ കണ്ടു നിൽക്കാതെ അവിടെ പ്രതികരിക്കാനായിട്ടുള്ള, ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാളുകളെയും കൂടി അതിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നമ്മുടെ കൺമുൻപിൽ ഒരു ഇഷ്യൂ കണ്ടാൽ ഉറപ്പായിട്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂ വരത്തില്ല എന്നും, അതിലുപരി അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെന്നുമുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോ, പക്ഷേ ഈ പ്രതികരണശേഷി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സൗമ്യയുടെ ഇഷ്യൂല് ആദ്യം പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി അങ്ങനെ മരിക്കില്ലായിരുന്നു. നമുക്കതിന്റെ പക്ഷെ ഒരാള് ചാടി പോകുന്നു എന്ന് കണ്ടു എന്ന് പറഞ്ഞു പലരും, പക്ഷെ ആരും ആ ചങ്ങല വലിക്കാനോ ഒന്നും തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു അതിപ്പോ ഒന്നില്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് തന്നെ ബാധിക്കാത്ത വിഷയമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. തന്റെ വീട്ടിൽ ആരുമല്ല. നമുക്ക് അതിന്റെ ആ ഭീകരത മനസ്സിലാക്കാൻ നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊരു മൂവിയുണ്ട്. ആ മൂവി തന്നെ 2 രീതിയിൽ ഇതുപോലെ പറയുന്നുണ്ട്. ഒന്ന്, കാവ്യ ഈ ഒരു സിറ്റുവേഷൻ കണ്ടു, ആ സിറ്റുവേഷൻ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ പ്രതികരിക്കാതിരിക്കുമ്പോൾ ആ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അവളെ എങ്ങനെ കാണുന്നു, അത് കഴിഞ്ഞിട്ട് പ്രതികരിക്കുമ്പോൾ എങ്ങനെയാകുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് ശരിക്കും നമ്മുടെ മലയാളികൾക്ക് അതൊരു ബോധവൽക്കരണം പോലത്തെ ഒരു സിനിമ കൂടിയല്ലേ? അതെ, ഇപ്പൊ ഫിലിം ഈ പറഞ്ഞ പോലെ നല്ലൊരു മീഡിയ ആണ്, നല്ല മെസ്സേജസ് കൺവേ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ പലപ്പോഴും നമ്മൾ ഫിലിംസിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഉപരി അതിലെ നെഗറ്റീവ്സ് എടുക്കാനായിട്ടാണ് കൂടുതലും ആളുകൾക്ക് ഒരു ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ
ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ, മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ അത് പിന്നെ നമുക്ക് പറയാൻ എളുപ്പമാണ്, അതെ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കൺമുൻപിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ, പിന്നെ എപ്പോഴും നമ്മള് പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ തന്നെ കൂടുതൽ ആളുകൾ ഇന്നിപ്പോ ഒരു ട്രാവൽ ചെയ്യുവാണേലും വേറെ ഒരു എപ്പോഴും ഇപ്പൊ കൂടുതലും നമ്മൾ ഫോണിലാണ്. അതെ അതെ, നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പം നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയെന്നുണ്ടാവില്ല. നമ്മുടെ തൊട്ടടുത്തൊരു കമ്പാർട്ട്മെന്റിൽ ഒരു ഇഷ്യൂ നടന്നാലും നമ്മളൊരു ഹെഡ്സെറ്റും വെച്ചിട്ട് നമ്മൾ ഒരു ഫിലിമും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കാണുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അതിൽ ശ്രദ്ധിച്ചാൽ നമുക്കും കുറെ അപകടങ്ങൾ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ ചിലപ്പം നമ്മുടെ ഒരു ചെറിയ നമ്മളൊരു കൈ നീട്ടിയാൽ ചിലപ്പം അവരുടെ ലൈഫ് തന്നെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്യുന്നത്. ഈ ഫോൺ ഉപയോഗം അതായത് ദുരുപയോഗമായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ പൊതു ഇടങ്ങളിൽ? ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പരസ്പരം ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഹെഡ്സെറ്റും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും അറിയുന്ന ഒരു ലോകം നമ്മൾ അറിയത്തില്ല. നമ്മളപ്പോൾ അതിലേക്ക് തന്നെ മുഴുകിയിരിക്കുകയാണ്. ഇപ്പൊ റീൽസ് കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റീൽസ് ഇൻസ്റ്റാ അൽഗോരിതം നമുക്ക് കാണിച്ചു തരും. അപ്പൊ അതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുവാണ്, റോഡിൽ കൂടെ നടക്കുമ്പോൾ പോലും പലരും ഫോണിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് റൂൾസും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടല്ല നടക്കുന്നത്. ഇപ്പൊ വണ്ടി ഇടിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം. അതിനെക്കാളും നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടക്കണ്ടേ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ പോലും ആളുകൾ ഒരു അലക്ഷ്യമായ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത്? ശരണ്യ ചോദിച്ച ഒരു കാര്യം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫോണിന്റെ ഒരു ഉപയോഗം പിന്നെ ഉപയോഗത്തിനേക്കാൾ ഉപരി അതിന്റെ ഒരു ദുരുപയോഗം പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ റീസെന്റ് ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ ഫോൺ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ തന്നെ ഒരു മെമ്മറി, നേരത്തെ ഒക്കെ എനിക്കിപ്പോ എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പർ എത്ര പേരുടെ ഫോൺ നമ്പർ കാണാതെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫാദറിന്റെ നമ്പർ മാത്രമാണ് എനിക്ക് കാണാതെ അറിയാവുന്നത്. എന്റെ നമ്പറും ഈ 2 ഫോൺ നമ്പറാണ് എനിക്ക് കാണാതെ അറിയാവുന്നത്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഇത് മെമ്മറൈസ് ചെയ്യാനായിട്ട് പല നമ്പറുകളും മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഫോണിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടു. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ഫോൺ എടുക്കുന്നു, നമ്പർ നോക്കുന്നു, ഒരു ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നു. പക്ഷെ നമ്മൾ തന്നെ അങ്ങനെ ആയപ്പോൾ നമ്മൾ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മളൊരു പബ്ലിക് സ്പേസിൽ ചോദിച്ചതുപോലെ ഒരു പബ്ലിക് സ്പേസിൽ ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ചുറ്റും നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബോധമല്ലാന്നിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ ഒരു വണ്ടി വന്നാലും, ഇപ്പം വണ്ടി നമ്മളെ ഇടിക്കാൻ വരുമല്ല, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അതിന്റെ ഒരു ബ്രേക്ക് നഷ്ടപ്പെട്ടോ വന്ന് വണ്ടി ഇത് വരുമ്പോൾ നമ്മളത് നോക്കിക്കൊണ്ടാ നിൽക്കുന്നല്ല, നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോണിൽ നോക്കി ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ അറിയുന്നില്ല എങ്കിൽ വണ്ടി വന്ന് ഇടിച്ച് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അതേപോലെ തന്നെ ഒരു വയ്യാത്ത ഒരാള് റോഡിൽ കൂടെ നടന്നു പോവുക, എന്തോ ചെയ്യുന്നു, അവര് പെട്ടെന്ന് അറിയാതെ ഒന്ന് വേച്ചു പോവുകയോ അവർക്കൊരു ബുദ്ധിമുട്ട് വരും, നമ്മൾ ശ്രദ്ധിച്ചാൽ നിൽക്കുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പൊ അങ്ങനെ നമ്മളിൽ ഫോണിൽ തന്നെ ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ബോധഡ് അല്ലാതെ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതലും ബോധഡ് ആയിട്ട് വരുന്നത്. മറിച്ച് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധഡ് ആവാൻ പറ്റാതെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റാതെ പോയെന്ന് വരും. നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മളിപ്പോ ഒരു ഫാമിലിയുടെ കൂട്ടത്തിലാണ്, ഫാമിലി ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമ്മൾ ഫോണിലാണെങ്കിൽ നോർമലി നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണ്, ഒരാൾ ഒരു ഫോൺ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിപ്പോ പതിയെ ഒരാൾ ഒരു ഫോൺ എടുത്ത് ഓരോരുത്തരും പതിയെ ഫോൺ എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങും. അതേസമയം നമ്മുടെ കയ്യിൽ ആ ഫോൺ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മളെല്ലാം ഇങ്ങനെ സംസാരിച്ച് ഷെയർ ചെയ്ത് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കൊരു അതൊരു മെമ്മറി ആയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഓണമായിരുന്നു, ഓണം സെലിബ്രേഷൻ ആയിരുന്നു, എല്ലാരും കൂടി സദ്യ കഴിച്ചു, അതിലുപരി അവർക്ക് ഇപ്പൊ നമ്മളിപ്പം കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മളിപ്പോ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരാളുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ആ ഗ്രൂപ്പിലിരിക്കുന്ന മറ്റു ആളുകൾക്ക് ചിലപ്പം സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അതൊരു ഫിനാൻഷ്യലി ആയിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ഒരു കണക്ഷൻ ഉപയോഗിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഒരു കണക്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചില നിസ്സാര കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാരമായ കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വലിയ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള മൊമെന്റ്സിൽ നമ്മളിങ്ങനെ
നാച്ചുറൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും അതിൽ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും ഷെയർ ചെയ്യാതെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റയുടെ ലോകത്തോ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ നമ്മൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മിസ്സാവുന്നുണ്ട്. നല്ല ലൈഫിലെ ചില മൊമെന്റ്സ് ഇന്ന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ ടൈം നമ്മുടെ ഡേ ഫുള്ളേ ആ ഒരു ഇതിൽ ആയി പോകുമ്പോൾ അത് ഒരുപാട് പിന്നെ നമ്മുടെ ശരീരത്തിനെ അത് അഫക്ട് ചെയ്യുന്ന ഒരു ഉറക്കക്കുറവ് നമുക്ക് വരുമല്ലോ. നമുക്ക് ഉറക്കക്കുറവ് വരും. പിന്നെ ഇതൊക്കെ റേഡിയേഷൻ ഉള്ള അതെ ഈ മെമ്മറി ലോസ് ചെറുതാവുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ എല്ലാ ചെറിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുവാണ്. ഈ ഫോണ് അടിച്ചാക്ഷേപിക്കല്ല, ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുള്ള യൂസ് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയാനായിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കേണ്ട അവസ്ഥ. ഇറ്റ്സ് ഡിപ്പെൻഡബിൾ എന്നുള്ള രീതിയിൽ തന്നെ ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് പണ്ടത്തെ ആളുകള് ഫോണിലെ ഒരു പിന്നെ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടാണോ ഒരു ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോ അവര് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, അവരുടെ ഒരു വിൽ പവർ ആണ്. ഒരു സിറ്റുവേഷൻ അവരുടെ മുന്നിൽ വന്ന നമ്മുടെ വിൽ പവർ ആണ് നമ്മളെ അതിന് സഹായിക്കുന്നത്. അല്ലെ നമുക്ക് ശരിയൊന്ന് തോന്നുന്നത് ഇന്ന് ഈ പറയുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന ഓരോ കണ്ടന്റ്സും നമുക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ അത് കണ്ടാലേ എനിക്ക് ആ സിറ്റുവേഷൻ അല്ലെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തരുത്. നമുക്ക് തന്നെ ഓരോ കാര്യങ്ങളിലും വ്യക്തമായ ഡിസിഷൻ ഉണ്ടാവണം. ഒരു ഇഷ്യൂ വന്നാൽ നമുക്ക് അതിനെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. നമുക്ക് മീൻസ് നമ്മുടെ തോട്ട്സും അല്ലെങ്കിൽ നമ്മളായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഫാക്ടർ. ചുറ്റുമുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് എടുക്കണം, അത് നമ്മളെ സഹായിക്കും. പക്ഷെ ഒരു മൊമെന്റില് ഈ ഒരു ഫോൺ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് വന്നാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആവും. പക്ഷെ അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു കാര്യം മാത്രം. അതിലുപരി നമ്മളുടെ ഉള്ളിലുള്ള ഒരു എനർജിയെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സാധനത്തിലേക്ക് ഒരു തോട്ടിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നമ്മളിപ്പോ ദേഷ്യത്തിലിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സാഡ് ആയിട്ടിരിക്കുകയാണ്, സന്തോഷത്തിലിരിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ ഫോണാണ്. നമ്മളത് ഇൻസ്റ്റ എടുത്ത് നോക്കണം, ഫേസ്ബുക്ക് എടുത്ത് നോക്കണം, അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റീൽസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇട്ട് തരും. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മൈൻഡ് റീഡിങ് പോലത്തെ ഒരു അതായി കഴിഞ്ഞു ഈ സാധനം. ശരിക്കും ഞാൻ പറഞ്ഞ പിന്നെ ഇതൊട്ടും ഹെൽപ്ഫുൾ അല്ല, അങ്ങനെ നമ്മൾ പറയുന്നത് ഇത് ഉപേക്ഷിക്കണം എന്നുള്ള രീതിയിലല്ല. ഇത് മാത്രമേ ആയിട്ട് എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് ഡേഞ്ചറസ് ആണ്. ഞാൻ അതാ പറഞ്ഞത്. അതായത് ഇത് തന്നെ അഡിക്ഷൻ വയ്ക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാത്തിനും ഒരു ലിമിറ്റും ഉണ്ടല്ലോ. എല്ലാം ഒരു ലിമിറ്റ് ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ കുറച്ചു പറഞ്ഞത് സിനിമയിൽ തന്നെ നെഗറ്റീവാണ് പോസിറ്റീവുകാലും എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കൊലപാതകം വന്നു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ട് പറയുന്ന ദൃശ്യം മോഡലിനാണ്. സത്യത്തിൽ ജിത്തു ജോസഫിന്റെ അതിൽ വന്ന ഒരു സംഭവമാണ് ഈ ദൃശ്യം എന്ന് പറഞ്ഞത്. അതിപ്പോ സാധാ ഒരു ഫാമിലി മാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫാമിലിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകും, പ്രൊട്ടക്ട്. അത് ആ ഒരു അച്ഛനാണ് അവിടെ കാണിച്ചു വെച്ചേക്കുന്നത്. അല്ലാതെ വരുന്ന എല്ലാ കൊലപാതക കേസുകളിലും ദൃശ്യം മോഡലിനോട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് എന്താ തോന്നിയേക്കുന്നത് അതിനോട്? ഇപ്പൊ നമ്മുടെ മുന്നില് നമുക്കറിയാം ഏത് നല്ലത് ഏത് ചീത്തയെന്നറിയാം. കൊല്ലുക, ഒരാളെ ഫിസിക്കലി ഉപദ്രവിക്കുക എന്നുള്ളത് തെറ്റാണെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ കുഞ്ഞായിരിക്കും മുതലേ തന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തൊട്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഒരു ചെറിയ അടിപിടി കൂടുമ്പോൾ, വീട്ടിലാണെങ്കിൽ മക്കൾ തമ്മിൽ ഒരു അടിപിടി കൂടുമ്പോൾ ആ അടിപിടി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവുണ്ടാവാം, അത് ഹാംഫുൾ ആണ്, അത് തെറ്റാണെന്ന് തൊട്ട് സ്കൂളിലേക്ക് എത്തുമ്പോൾ ടീച്ചേഴ്സ് തൊട്ട് അവർ വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം അവർക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പം അവരെ വേദനിപ്പിക്കുന്നതും അല്ല അവരെ മുറിവേൽപ്പിക്കുന്നത് തന്നെ ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നിടത്ത് ഒരാളുടെ ജീവൻ തന്നെ സൃഷ്ടാവിനാണ് സൃഷ്ടിയുടെ ജീവൻ എടുക്കാനായിട്ടുള്ള അധികാരം എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ, മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കേവലം സൃഷ്ടിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനെ തന്നെ, അവന്റെ ജീവനെ തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരു റൈറ്റും ഇല്ല. അപ്പം നമ്മള് അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഏതാണ് നന്മ ഏതാണ് തിന്മയെന്ന് നമുക്കറിയാം. എന്നിട്ട് നന്മ നമ്മൾ ചൂസ് ചെയ്യാതെ തിന്മ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ആള് ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ നമ്മളൊരു സിനിമ കണ്ടു, നമ്മുടെ മുന്നില് റിയൽ ആയിട്ട് ഒരു കൊലപാതകം കാണുമ്പോഴും ആ സിനിമ കാണിക്കുമ്പോഴും നമുക്കറിയാം
അത് തെറ്റാണ് മീൻസ് കൊലപാതകം ആ ഒരാളെ ഇത് ചെയ്യുന്നത്, കൊല്ലുന്നത്, ആളുടെ ജീവൻ എടുക്കുന്നത് തെറ്റാണെന്നറിയാം. അതെ. അത് തെറ്റാണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്തിനാണ് അത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്? അതെ. പിന്നെ കല എപ്പോഴും ആർട്ടിനെ ആർട്ടായിട്ട് തന്നെ കാണണം. അതെ, അതൊരു കലയെ കലയായിട്ട് തന്നെ കാണണം. അത് എഴുതിയ കലാകാരന്റെ മനസ്സിലുണ്ടായ ഒരു കഥയാണത്. അതെ അതെ ആ കഥയെ നമ്മൾ ഒരു ഡയറക്ടർ അതിനെ നമ്മുടെ മുന്നിലേക്ക് ആൾക്ക് യോഗ്യനായി അല്ലെ യോജിച്ച ആ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആർട്ടിസ്റ്റുകളെ ചൂസ് ചെയ്ത് അതിനു വേണ്ട എല്ലാവിധ ടെക്നിക്കൽ സൗകര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. അത് നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു. അതിലുപരി അതിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും, അതിലൊക്കെ നമ്മളിപ്പോ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് എഴുതുന്നു, ഒരു കാരണവശാലും ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് നമ്മളെ വാണിംഗ് പോലും നമുക്ക് തരുന്നുണ്ട്. നമ്മൾ കലയെ അതൊരു കഥ, നമ്മളൊരു കഥ വായിക്കുന്നതിന് പകരം നമ്മളൊരു കഥ നമ്മൾ കാണുന്നു, ഒരു ഫിലിമായിട്ട് അത് കാണുന്നു, കണ്ടു, അത് ആസ്വദിച്ചു, അവിടെ കഴിഞ്ഞു. പിന്നെ അത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പടമല്ല, ചെയ്യണോന്നുണ്ടെങ്കിൽ അത് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാര് അത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, നമ്മുടെ മനസാക്ഷിക്ക് തിരിച്ചറിയാൻ പറ്റണം, ഇത് തെറ്റാണ്, ഇത് ഞാൻ കണ്ടു, ഇത് ഞാൻ പോയിട്ട് എനിക്കൊരു പിന്നെ ഒരാളോട് ഒരു ദേഷ്യം തോന്നുമ്പോൾ ഉടനെ പോയിട്ട് ഓക്കെ അയാളെ ഞാൻ പോയിട്ട് കൊന്നു കളഞ്ഞേക്കാം. അത് കൊന്നു കളയാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാ? എന്നാ പോട്ടെ നമുക്ക് പോയിട്ട് ദൃശ്യം കണ്ടേക്കാം. ദൃശ്യം കണ്ടിട്ട് ദൃശ്യത്തില് പിന്നെ ആ കഥാപാത്രം ചെയ്യുന്നത് പോലെ തന്നെ കൊന്നിട്ട് ഒരു തെളിവും അവശേഷിക്കാത്ത രീതിയിൽ ചെയ്തിട്ട് എനിക്ക് ഈ ലൈഫ് എനിക്ക് ശല്യമായിട്ടുള്ള വ്യക്തിയെ ഇല്ലാതാക്കി, ഇനി എനിക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് ഡിസൈഡ് ചെയ്യാൻ അത് ആളുടെ മനസാക്ഷി തെറ്റ് ചൂസ് ചെയ്തത് കൊണ്ടാണ്. അങ്ങനെയല്ലോ നമുക്കൊരു വരുന്ന ഒരു പ്രതിസന്ധി, ഒരാളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലല്ലോ ആ പ്രതിസന്ധി നേരിടുന്നത്. നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യുക, നമ്മൾ പോവുക, ലെറ്റ് കർമ്മ എന്ന് നമ്മൾ പറയുന്ന പോലെ അവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ, അവരൊരു റബ്ബർ ബാൻഡ് വലിച്ചുവിടുന്നുണ്ടോ അത് വന്ന് തിരിച്ചടിക്കും. പക്ഷെ ഒരാളെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴേ നമ്മൾ പോയിട്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്. അത് നമ്മൾ സിനിമയിൽ കണ്ടാലും ഇനി സീരിയലിൽ കണ്ടാലും അത് ശരിയായി. ഇപ്പൊ സീരിയലൊക്കെ കാണുന്ന ആളുകള് പറയാമോ, അമ്മായിമ്മ മരുമോള് തമ്മിലുള്ള പ്രശ്നം ഇത് കണ്ടു കഴിയുമ്പോ ഓക്കെ എന്റെ മരുമോള് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവര് ചിലപ്പോ കൊണ്ട് ഒരു ചായ കൊടുക്കുമ്പോ പോലും അമ്മായിമ്മയ്ക്ക് ഭയങ്കര സംശയമായിരിക്കും, അത് വിഷമുണ്ടോ, എന്നെ കൊല്ലുവോ, ഇങ്ങനെയൊക്കെ. അതായത് നമ്മൾ ഈ ഡ്രഗിന്റെ അഡിഷൻ, ഫോണിന്റെ അഡിഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാ ഫിലിം ആയാലും സീരിയൽ ആയാലും അതൊരു അഡിഷൻ ആയി മാറിക്കഴിഞ്ഞാൽ തെറ്റാണ്. അതൊരു കലയായിട്ട് കണ്ടു എൻജോയ് ചെയ്തു, അത് അവിടെ വിടുക. അല്ലാതെ അതിലെ ക്യാരക്ടേഴ്സ് നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രാജഡിയായി മാറും. ഇപ്പൊ ഈ പ്രഗ്നന്റ് വിഡോയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. ഇപ്പൊ എന്റെ അമ്മായിച്ചനായിട്ട് അഭിനയിച്ച ശിവൻ ചേട്ടനുണ്ട്. അപ്പൊ ശിവൻ ചേട്ടൻ ഇതിനകത്ത് ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നു, ആ ക്യാരക്ടറിൽ പോകുന്നു. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണല്ലോ. അപ്പം പിന്നെ എന്റെ ഒരു ലുക്കും അപ്പിയറൻസ് എല്ലാം വളരെ ക്ഷീണിച്ച് ഡള്ളായിട്ട്, അപ്പൊ അന്നത്തെ ഒരു ഇതല്ല കേട്ടോ എനിക്ക്. ഞാൻ അന്നൊരു ചെയ്യുമ്പോ ഒരു 38-40 ആ ഒരു വെയിറ്റ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ആ വെയിറ്റ് അതിൽ നിന്ന് ഒരു 6-7 കിലോ ഞാൻ വെയിറ്റ് കൂടി. അന്ന് നമുക്ക് ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ലുക്ക് ആവശ്യമാണ്. നമ്മൾ വളരെ ടയേർഡായിട്ട് നമ്മൾ ഇതായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ശിവൻ ചേട്ടൻ എന്റെ അടുത്ത് എപ്പോഴും പറയും,